ഹലോ ഗായ്സ്, എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ ദിവസം തൊട്ട് വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വിവാദങ്ങളിലേക്ക് പോകാനുള്ള ഒരേയൊരു കാരണം മാത്രമേ ഉള്ളൂ. അതിന്റെ സ്റ്റോറിയാണ്. അതിന്റെ സ്റ്റോറിയിൽ അവർ ആർഎസ്എസിനെയും ബിജെപിനെയും തൊട്ട് കളിച്ചു. മോദിയെയും അമിത്ഷായെയും തൊട്ട് കളിച്ചു. ഗുജറാത്ത് കലാപത്തെ പറ്റി ഇതുവരെ കോടതി വിധി പോലും വരാത്ത ഗുജറാത്ത് കലാപത്തെ പറ്റി അവർ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റോറി ഉണ്ടാക്കി എന്നതിന്റെ പേരിലാണ് തുടങ്ങി അന്ന് തൊട്ട് എമ്പുരാൻ റിലീസായ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തൊട്ട് വിവാദങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ഒരു അറുതി വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എമ്പുരാനിലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഭാഗങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. ഇതിനകത്ത് നിന്ന് ഏറ്റവും അധികം പണി കിട്ടിയിട്ടുള്ളത് മോഹൻലാലിനും പൃഥ്വിരാജിനും ശ്രീ ഗോകുലം ഗോപാലനുമാണ്. മോഹൻലാലിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ മോഹൻലാലിന്റെ ലെഫ്റ്റനന്റ് കേണൽ പദവി പണ്ട് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മോഹൻലാലിന് ആന്റണി ഒക്കെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ് മോഹൻലാലിന് ലെഫ്റ്റനന്റ് കേണൽ പദവി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ലെഫ്റ്റനന്റ് കേണൽ പദവി ഈ സിനിമകളിൽ അഭിനയിച്ചു എന്നതിന്റെ പേരിൽ തന്നെ അത് എടുത്തു കളയാനുള്ള ചർച്ചകളാണ് ഏറ്റവും ഒടുവിലായിട്ട് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പട്ടാള സിനിമകളിൽ മേജർ രവിയുടെ കുരുക്ഷേത്രയിലും അതും ഇതും അങ്ങനത്തെ 2-3 പട്ടാള സിനിമകളിൽ അഭിനയിച്ചതിന്റെ പേരിലാണ് മോഹൻലാലിന് ലെഫ്റ്റനന്റ് കേണൽ പദവി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇതേപോലെ രാജ്യദ്രോഹ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന രീതിയിലുള്ള പടങ്ങളിൽ അഭിനയിച്ചതിന്റെ പേരിൽ ആ പദവി തന്നെ എടുത്തു മാറ്റപ്പെടാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് മോഹൻലാലിന്റെ കേസ് പറയാൻ വേണ്ടിയിട്ട് മോഹൻലാലിന്റെ കേസിൽ ഈ സിനിമയിലൂടെ നടന്നത്. പിന്നെ ഒരു വിഭാഗം ആൾക്കാർ മോഹൻലാൽ ഈ കേസിൽ നിരപരാധിയാണെന്ന് പറഞ്ഞ് വരുന്നുണ്ട്. കാരണം മോഹൻലാലിന്റെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് ഈ സംഘികളുടെ ടീമായിരുന്നു. കാരണം മോഹൻലാലിനെ ഒരു സംഘിയായിട്ടാണ് ഇതുവരെ കേരളത്തിലുള്ള പല ജനങ്ങളും കണ്ടുകൊണ്ടിരുന്നതും. അതുകൊണ്ടാണ് മോഹൻലാലിന്റെ സിനിമകൾക്ക് ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമകൾക്കൊക്കെ ഭയങ്കര നെഗറ്റീവ് വന്നുകൊണ്ടിരുന്നതും. മോഹൻലാലിന്റെ സിനിമേനെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ വിമർശിച്ചു കഴിഞ്ഞാൽ അവരെ സുഡാപ്പിയാക്കിക്കൊണ്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അതിന്ന് മാറി മോഹൻലാലിനെ ഇപ്പം അവരുടെ ടീമിലേക്ക് ഒരു മാറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ കാര്യമാണെങ്കിൽ അതിനേക്കാളും വലിയ കഷ്ടത്തിലാണുള്ളത്. പൃഥ്വിരാജ് ഒരുപാട് നോർത്ത് ഇന്ത്യൻ പടങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു പൃഥ്വിരാജ്. നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ഷാറുഖ് ഖാന്റെ കൂട്ടത്തിൽ അമീർ ഖാന്റെ കൂട്ടത്തിലൊക്കെ ഒരുപാട് പടങ്ങളെല്ലാം എടുക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടിരിക്കുകയായിരുന്നു. ഈ ഒരു പടം ഇറങ്ങിയതോടെ നോർത്ത് ഇന്ത്യ മുഴുവൻ പൃഥ്വിരാജിനെതിരായിരിക്കുന്നു. നോർത്ത് ഇന്ത്യൻ ഹോളിവുഡ് അല്ല ബോളിവുഡ് മുഴുവൻ പൃഥ്വിരാജിനെതിരായിരിക്കുകയാണ്. ബോളിവുഡ് എതിരായതിന്റെ പേരിൽ പൃഥ്വിരാജിനെ വെച്ച് പടം എടുത്തു കഴിഞ്ഞാൽ പടം ഓടില്ല. താങ്കൾ അങ്ങനെ ഒരു പടം ഏതെങ്കിലും ഒരു ഡയറക്ടർ ബോളിവുഡിൽ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പുറത്താക്കപ്പെടുന്നത് ഒരു സിനിമയിൽ നിന്ന് മാത്രമായിരിക്കില്ല, ബോളിവുഡിൽ നിന്നേ അവർ പുറത്തായിരിക്കും. അതുകൊണ്ട് ഇനി പൃഥ്വിരാജിനെ വെച്ച് ബോളിവുഡിൽ പടം എടുക്കരുത് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൃഥ്വിരാജിന്റെ കാര്യത്തിൽ അവതാളത്തിലായിരിക്കുകയാണ്. പിന്നെയാണ് അവസാന നിമിഷം വന്നു കയറി നമ്മുടെ ഗോപാലേട്ടൻ. ഗോപാലേട്ടൻ അവസാന നിമിഷമാണ് വന്നു കയറിയത്. കാരണം ലൈക്ക ഈ പടമെല്ലാം കണ്ട് മുഴുവൻ പടവും പൃഥ്വിരാജ് ലൈക്കിനെ കാണിച്ചപ്പോഴത്തേനും ലൈക്കയ്ക്ക് കാര്യം മനസ്സിലായി. ഈ പടങ്ങാനും പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്കയുടെ കാര്യം കൂടെ അവതാളത്തിലാവുന്നത്. അതുകൊണ്ടാണ് ലൈക്ക ആ നിമിഷം തന്നെ പറഞ്ഞു, ഇനി ഈ പടം എനിക്ക് പറ്റില്ല, വേറെ ആരെങ്കിലും കൊണ്ട് എടുപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഗോപാലേട്ടനെ അതിനകത്തേക്ക് പിടിച്ചിടുന്നത്. നമ്മുടെ മമ്മൂട്ടി അടക്കമുള്ള ആൾക്കാർ, അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്കും പണി വരാൻ വേണ്ടി പോകുന്നുണ്ട്. മമ്മൂട്ടി അടക്കമുള്ള ആൾക്കാർ ഇടപെട്ടിട്ടാണ് ഗോപാലിനെ കൊണ്ട് ഈ പടം എടുക്കാൻ വേണ്ടി സമ്മതിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഗോപാലേട്ടനാണെങ്കിൽ വർഷങ്ങളായിട്ട് പ്രൊഡ്യൂസറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാശെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കള്ളപ്പണം ഇടപാടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇഡിയുടെ അന്വേഷണത്തിലേക്ക് ഗോപാലിനെ കൂടെ ആഡ് ചെയ്തിട്ടുള്ളതായിട്ടാണ് ഡൽഹിയിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഈ അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ കാര്യത്തിൽ മോഹൻലാലും പൃഥ്വിരാജും ഒട്ടും പുറകിലല്ലാത്തത് കൊണ്ടും കൂടെ അവരിലേക്കും അവരുടെ സ്വത്തിലേക്കും കാര്യങ്ങളിലേക്കും എല്ലാം ഇടി ഇടപെടാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഈ ഒരു എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇറക്കിയതിന്റെ പേരിൽ പൃഥ്വിരാജ്, മോഹൻലാല്, ഗോപാലൻ ഇവരെല്ലാവരും പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനെല്ലാം ഒരൊറ്റ കാരണമേ ഉള്ളൂ. അവർ ആർഎസ്എസിനെ തൊട്ട് കളിച്ചു. തീയെ തൊട്ട എന്താ സംഭവിക്കുന്നത്? പൊള്ളും. പക്ഷേ ആർഎസ്എസ് എന്ന് പറഞ്ഞ കാട്ടു തീയെ തൊട്ടാലോ അവർ തന്നെ ദഹിച്ചു പോകും. അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഈ 3 പേരുടെ കാര്യവും ഏകദേശം ദഹിച്ച മട്ടിലാണുള്ളത്. പിന്നെ ഇപ്പോൾ കിട്ടിയ വിവരം എന്ന് പറയുന്നത് മോഹൻലാലും അതീവ ദുഃഖത്തിലാണുള്ളത്. കാരണം മോഹൻലാലിന്റെ ഫാൻസ് ഒരുപാട് കുറഞ്ഞിരിക്കുകയാണ് ഈ ഒരു പടം ഇറക്കിയതിന്റെ പേരിൽ. കാരണം ഒരുപാട് തിരുവനന്തപുരം ഏരിയകളിലൊക്കെയുള്ള ബിജെപി ഫാൻസുകളായിരുന്നു മോഹൻലാലിന് കൂടുതലുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരു നെഗറ്റീവ് മോഹൻലാലിന് ഇപ്പം കിട്ടിയതിൽ മോഹൻലാൽ ആകെ വിഷമത്തിലാണ്. സത്യത്തില് നിങ്ങള് മോഹൻലാൽ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് കവിതയിൽ നിന്ന് ഇറങ്ങി വരുന്ന മോഹൻലാലിന്റെ മുഖഭാവം തന്നെ ശ്രദ്ധിച്ചറിയാം. മോഹൻലാൽ വിചാരിച്ചു, എന്റെ ദൈവമേ ഇതെല്ലാം കൂടെ എന്റെ തലയിലായല്ലോ എന്ന് മോഹൻലാലിന് അപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, പടം ഇറങ്ങിയതിനു ശേഷം മോഹൻലാലോ പൃഥ്വിരാജോ ഒന്നും ഒരു വാക്ക് പോലും പരസ്യമായിട്ട് മിണ്ടിയിട്ടില്ല. ആ സിനിമ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ സമയത്തെങ്കിലും മോഹൻലാലിന്റെ പടം നല്ലതാണ്, എല്ലാവരും പോയി കാണണമെന്നെങ്കിലും പറയായിരുന്നു. അങ്ങനെ പോലും പറയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ സുരേഷ് ഗോപി ആണെങ്കിലും സുരേഷ് ഗോപിക്ക് നന്ദി എന്ന് പറഞ്ഞിട്ട് പടം പടം തുടങ്ങുന്ന സമയത്ത് എഴുതി കാണിച്ചു. അതിന്റെ പേര് സുരേഷ് ഗോപി അടക്കം പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. സോ ഈ ഒരു പടം ഇറക്കിയതിന്റെ പേരിൽ മലയാള സിനിമ മുഴുവൻ നശിക്കാൻ വേണ്ടി പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.
പൃഥ്വിരാജ് ഇങ്ങനെ ഒരു പടം ഇറക്കിയതിന്റെ പേരിൽ മലയാള സിനിമയ്ക്കാണ് വലിയ നഷ്ടമുണ്ടായിരിക്കുന്നത്. പാൻ ഇന്ത്യ പോയിട്ട് ഇവിടെ തൊട്ടപ്പുറത്തെ സംസ്ഥാനത്ത് പോലും ഇനിയിപ്പം മലയാള സിനിമ പ്രദർശിപ്പിക്കാൻ അനുമതി പോലും കിട്ടാനുള്ള സാധ്യതയില്ല. പാൻ ഇന്ത്യ പടം ഇറക്കാൻ വേണ്ടി പോയിട്ട് അവസാനം മോളിവുഡിനെ നശിപ്പിച്ചു എന്ന് വേണം പറയാൻ. ഏതായാലും ഒരു കാര്യം കൂടെ, ബിജെപിനെയോ അമിത്ഷാനെയോ നരേന്ദ്രമോദിനെയോ ആർഎസ്എസിനെയോ ഒക്കെ പറയുന്നതിൽ എല്ലാവർക്കും കുറച്ചൊരു പേടിയൊക്കെ ഉള്ളത് നല്ലതാണ്. കാരണം അവരുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ രാജ്യം ഇതേപോലെ നിൽക്കുന്നത്. അവരെ തൊട്ട് കളിച്ചാൽ പിന്നെ അവരുടെയൊക്കെ സ്ഥാനം ഈ രാജ്യത്തിന് പുറത്തായിരിക്കും.